വെൽക്കം ടു സിമ്പിൾ പി എസ് സി. നമ്മുടെ ചാനലിൽ പുതിയ SCERT ക്ലാസ്സുകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മിന്ന് നോക്കാൻ പോകുന്നത് 10ാമത്തെ ചാപ്റ്ററാണ്. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 10ാമത്തെ ചാപ്റ്ററാണ്. ബജറ്റ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. വികസനത്തിൻ്റെ നേർരേഖ അല്ലേ. അപ്പോൾ നമുക്ക് ഈ ബജറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിനു മുമ്പ് കുറച്ച് ടേംസുകളൊക്കെ പറഞ്ഞിട്ടാണ് ഈ ബജറ്റ് എന്ന് പറഞ്ഞതിലേക്ക് വരുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം പറയുന്നത് എന്താണ് കുടുംബച്ചെലവ് എന്താണെന്ന് പറയുന്നുണ്ട്. എന്താണ് കുടുംബച്ചെലവ് എന്ന് പറയുന്നത്? നമുക്കറിയാം അല്ലേ. ഒരു കുടുംബം നമ്മൾ പ്രതീക്ഷിക്കുന്ന ചിലവുകളുണ്ടായിരിക്കും, അപ്രതീക്ഷിത ചിലവുകളുണ്ടായിരിക്കും, നമുക്ക് കുറേ ചിലവുകളുണ്ടായിരിക്കും. ഈ ഒരു കുടുംബത്തിൻ്റെ ചിലവിനെയാണെന്ന് പറയുന്നത് കുടുംബച്ചെലവ് എന്ന് പറയുന്നത്. അതായത് ഒരു കുടുംബം ഭക്ഷ്യോപഭോഗത്തിനും ഭക്ഷ്യേതര ഉപഭോഗത്തിനുമായിട്ട് ഒരു നിശ്ചിത കാലയളവിൽ ചിലവഴിക്കുന്ന ആകെ തുകയാണ് കുടുംബച്ചെലവ് എന്ന് പറയുന്നത്. കുടുംബത്തിലെ എല്ലാ ചിലവുകളും നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയുമോ? ഇല്ല അല്ലേ. നമുക്ക് പെട്ടെന്നൊരു രോഗം വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചിലവ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളതാണോ? അല്ല അല്ലേ. അപ്പോൾ അത് പറയുന്നത് അപ്രതീക്ഷിത ചിലവിലാണ് വരുന്നത്, നമുക്ക് പ്രതീക്ഷിക്കാത്ത ചിലവിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ കുടുംബച്ചിലവിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. എന്തൊക്കെയാണ് കുടുംബച്ചിലവിനെ രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റുന്നത്? പ്രതീക്ഷിത ചിലവെന്നും അപ്രതീക്ഷിത ചിലവുമെന്നും രണ്ടായിട്ട് തരംതിരിക്കാം. പ്രതീക്ഷിത ചിലവെന്ന് വെച്ചാൽ എന്താണ്? നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ചിലവുകളെയാണ് പ്രതീക്ഷിത ചിലവ് എന്ന് പറയുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ചിലവാണല്ലേ. അതെന്താണ്? ആഹാരം, വൈദ്യുതി ബില്ല് എന്നിവയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചിലവുകളാണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതിമാസമായിട്ടും പ്രതിവർഷമായിട്ടും നമുക്ക് എന്താക്കാം കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ എന്താണ് അപ്രതീക്ഷിത ചിലവ് എന്ന് പറയുന്നത്? നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിന് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാത്തതും ആകസ്മികമായിട്ടുണ്ടാകുന്നതുമായ ചിലവുകളെയാണ് അപ്രതീക്ഷിത ചിലവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് പ്രതീക്ഷിക്കാനായിട്ട് പറ്റില്ല. അതായത് നമുക്ക് ആകസ്മികമായിട്ടുണ്ടാകുന്ന ചിലവാണ്. അതിന് എക്സാമ്പിളാണ് പ്രകൃതിക്ഷോഭം, രോഗങ്ങൾ എന്നിവ. ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം വരാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. നമുക്ക് ആ ഒരു ചിലവ് നമ്മുടെ മനസ്സിലേ ഇല്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാകുന്ന സംഭവമാണ്. അപ്പോൾ ഇതാണ് അപ്രതീക്ഷിത ചിലവിന് വരുന്നത്. ഓക്കെ. ഇതിൻ്റെ ചെറിയ പോർഷൻസൊക്കെ നമ്മൾ 5ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി എന്താണ് കുടുംബ വരുമാനം എന്ന് പറയുന്നത്? കുടുംബ വരുമാനം എന്ന് വെച്ചാൽ എന്താണ്? ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിന് വിവിധ സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന ആകെ വരുമാനത്തെയാണെന്ന് പറയുന്നത് കുടുംബ വരുമാനം എന്ന് പറയുന്നത് അല്ലേ. ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിന് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് അല്ലേ പല ഉപഭോഗത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വരുമാനത്തെയാണ് കുടുംബ വരുമാനം എന്ന് പറയുന്നത്. നമ്മൾ ഈ കുടുംബ വരുമാനത്തെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുടുംബ വരുമാനം എന്ന് പറയുന്നത് വരുമാനം കാര്യക്ഷമമായിട്ട് വിനിയോഗിക്കുന്നതിലൂടെ സമ്പാദ്യശീലം വളർത്തുവാനും അപ്രതീക്ഷിത ചിലവുകൾ നേരിടുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനും കഴിയും അല്ലേ. വരുമാനം നമ്മൾ കാര്യക്ഷമമായിട്ട് വിനിയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ചിലവ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരാളിന് കടം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ സമ്പാദ്യശീലം വളർത്തുന്നതിനൊക്കെ എന്ത് കഴിയും? കാര്യക്ഷമമായിട്ട് വിനിയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമ്പാദ്യശീലം വളർത്താനൊക്കെ പറ്റും. ഇനി എന്താണ് കുടുംബ ബജറ്റ് എന്ന് പറയുന്നത്? കുടുംബ ബജറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷിത വരവും ചെലവും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ധനരേഖയാണ് കുടുംബ ബജറ്റ് എന്ന് പറയുന്നത് അല്ലേ. അതായത് ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷിത വരവും ചെലവും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ധനരേഖയാണ് കുടുംബ ബജറ്റ് എന്ന് പറയുന്നത്. ഒരു പ്രതിമാസത്തിലേക്കോ പ്രതിവർഷത്തിലേക്കോ തയ്യാറാക്കാവുന്ന കുടുംബ ബജറ്റ് കുടുംബത്തിൻ്റെ വലിപ്പവും വരുമാനവും ആവശ്യങ്ങളും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് വേണം കുടുംബ ബജറ്റ് തയ്യാറാക്കേണ്ടത്. കൃത്യമായ ഇടവേളകളിൽ ബജറ്റിലെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ കുടുംബത്തിന് സാമ്പത്തിക ഭദ്രതയും ക്ഷേമവും കൈവരിക്കാനായിട്ട് കഴിയും. അപ്പോൾ എന്താണ് കുടുംബ ബജറ്റ് എന്ന് വെച്ചാൽ? കുടുംബത്തിലെ വരവും ചിലവ് കണക്കാക്കുന്നതിനല്ലേ എല്ലാ അംഗങ്ങളുടെയും വരവ് ചിലവ് കണക്കാക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കുടുംബ ബജറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഈ കുടുംബ ബജറ്റൊക്കെ താളം തെറ്റാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ പെട്ടെന്ന് വൈദ്യുതി നിരക്ക് വർധനമാണ്, അല്ലാന്നുണ്ടെങ്കിൽ പച്ചക്കറികളുടെയും സാധനങ്ങളുടെയും വില കൂടുകയാണ്, അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കും? ഈ കുടുംബ ബജറ്റിനെ അത് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അല്ലേ. അപ്പോൾ വരവ് ചിലവിനേക്കാൾ കൂടുതലാവുകയോ വരവും ചിലവും തുല്യമാവുകയോ ചെയ്യുമ്പോഴാണ് കുടുംബ ബജറ്റ് സുസ്ഥിരമാകുന്നത്. നമ്മൾ വരവും ചിലവും തുല്യമാവുകയാണെങ്കിൽ മാത്രമാണ് കുടുംബ ബജറ്റ് സുസ്ഥിരമാകുന്നത്. ഇനി കുടുംബ ചിലവ് എങ്ങനെയൊക്കെ കുറയ്ക്കാമെന്ന് പറയുന്നുണ്ട്. പ്രാദേശികമായി ലഭിക്കുന്ന വിഭവങ്ങൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുക, ഭക്ഷ്യവസ്തുക്കൾ സ്വന്തമായി കൃഷി ചെയ്യുക, പൊതുവിതരണ സംവിധാനവും ന്യായവില വിൽപ്പന കേന്ദ്രങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമ്മുടെ ബജറ്റൊക്കെ ഒന്ന് കുറച്ച് ഇതാക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ അരി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കുറച്ച് റേറ്റ് കുറവുള്ള നീതി സ്റ്റോഴ്സിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു റേറ്റ് വ്യത്യാസം വരും. അതുപോലെ തന്നെയാണ് സ്വന്തമായിട്ട് കൃഷി ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമ്മുടെ കുടുംബ ബജറ്റിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും.
അപ്പോൾ കുടുംബ ബജറ്റ് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? വിവിധ വരുമാന സ്രോതകൾ തിരിച്ചറിയുന്നു, വരവിനനുസരിച്ച് ചിലവുകൾ ക്രമീകരിക്കുന്നു, മിതവ്യയശീലം അല്ലേ, ചെറുതായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ എന്താണ്? കുടുംബ ബജറ്റ് കൊണ്ടുള്ള നേട്ടങ്ങളാണ്. അപ്പോൾ വിവിധ വരുമാന സ്രോതസ്സുകൾ തിരിച്ചറിയുന്നു, വരവിനനുസരിച്ച് ചിലവ് ക്രമീകരിക്കുന്നു, മിതവ്യയശീലം. ഇനി വരുന്ന ടേം ഇമ്പോർട്ടൻ്റ് ആണ്. പൊതുച്ചിലവ് എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. പൊതുച്ചിലവ് എന്ന് വെച്ചാൽ എന്താണ്? സർക്കാരിന് കുറേ പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തുന്നുണ്ട് അല്ലേ. ഈ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ധാരാളം പണം ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇവ കൂടാതെ മറ്റെന്തെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ ധനം ചെലവഴിക്കുന്നത്? അപ്പോൾ സർക്കാർ എന്തിനൊക്കെയാണ് ധനം ചെലവഴിക്കുന്നത്? ശമ്പളം, പലിശ, പ്രതിരോധ ചെലവ്, ആശുപത്രി നിർമ്മാണ പ്രവർത്തനം, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ എന്നിവയ്ക്കൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്? സർക്കാർ കുറച്ച് കാശ് ചിലവാക്കുന്നുണ്ട്. അങ്ങനെ വികസനേതര പ്രവർത്തനങ്ങൾക്കായിട്ട് സർക്കാർ ചിലവഴിക്കുന്ന ധനത്തെയാണ് പൊതുചെലവ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? വികസനത്തിനും വികസനേതര പ്രവർത്തനങ്ങൾക്കുമായിട്ട് സർക്കാർ ചിലവഴിക്കുന്ന ധനത്തെയാണ് പൊതുചെലവുകൾ എന്ന് പറയുന്നത്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലമാകുന്നതിനനുസരിച്ച് പൊതുചെലവുകളും വർദ്ധിക്കും. സർക്കാർ നന്നായിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പൊതുചെലവും വർദ്ധിക്കും. അപ്പം ഇനി എന്താണ് പൊതുചെലവ് എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു പൊതുചെലവിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാമെന്ന് പറഞ്ഞു അല്ലേ. വികസന ചെലവുണ്ട്, വികസനേതര ചെലവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് വികസന ചെലവുകൾ എന്ന് പറയുന്നത്? രാജ്യത്തിൻ്റെ സാമ്പത്തികവും വികസനവുമായി നേരിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന ചെലവുകളെയാണ് വികസന ചെലവുകൾ എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ സാമൂഹികവുമായിട്ടുള്ള വികസനത്തിന് അല്ലേ, വികസനത്തിന് വേണ്ടിയിട്ടുള്ള ചിലവ് അല്ലേ. ഇവ രാജ്യത്തിൻ്റെ ഉൽപ്പാദനത്തെയും യഥാർത്ഥ സമ്പദ് വ്യവസ്ഥയെയും ഉത്തേജിപ്പിച്ച് സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്നതിനാൽ ഇവ ഉൽപ്പാദന ചെലവുകളെന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഉൽപ്പാദനത്തെയും അതുപോലെ തന്നെ യഥാർത്ഥ സമ്പദ് വ്യവസ്ഥയൊക്കെ ഉത്തേജിപ്പിച്ചിട്ട് വലിയ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന ഇവർ നൽകുന്നത് കാരണം ഇതിനെ നിന്ന് പറയും ഉൽപ്പാദന ചെലവുകൾ എന്ന് പറയും. അതായത് വികസന ചെലവുകൾ നമുക്ക് എന്ന് പറയാം ഉൽപ്പാദന ചെലവുകൾ എന്നും പറയാം. റോഡ്, പാലം, തുറമുഖം എന്നിവ നിർമ്മിക്കുക, പുതിയ സംരംഭങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരംഭിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കുള്ള സർക്കാരിൻ്റെ ചെലവുകളെയാണ് വികസന ചെലവുകളായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ റോഡ്, പാലം, തുറമുഖം എന്നിവ നിർമ്മിക്കുക, പുതിയ സംരംഭങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരംഭിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കുള്ള സർക്കാർ ചെലവുകളെയാണ് എന്ന് പറയുന്നത് വികസന ചെലവുകളായിട്ട് കണക്കാക്കുന്നത്. ഇതൊക്കെ എന്താണ്? റോഡ്, പാലം, ഗതാഗതം ഈ ഭാഗങ്ങളൊക്കെ നിർമ്മിക്കുകയാണ് അല്ലേ, വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് വികസന ചെലവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വികസനേതര ചെലവുകൾ എന്ന് പറയുന്നത്? നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണ്? വികസനേതര ചെലവുകൾ എന്ന് വെച്ചാൽ എന്താണ്? രാജ്യ താൽപ്പര്യത്തിനും പൊതുസേവനങ്ങൾക്കുമായിട്ട് സർക്കാർ നിരന്തരം വഹിക്കുന്ന ചെലവുകളെയാണ് വികസനേതര ചെലവുകൾ എന്ന് പറയുന്നത്. അതെന്താണ്? രാജ്യ താൽപ്പര്യത്തിനും പൊതുസേവനങ്ങൾക്കുമായിട്ട് വഹിക്കുന്ന ചിലവാണ്. അതായത് പ്രതിരോധം, പലിശ, പെൻഷൻ, മഹാമാരി, പ്രകൃതി ദുരന്തം തുടങ്ങിയവയൊക്കെ എന്താണ്? വികസനമല്ല അല്ലേ. ഇവയൊക്കെ വികസനേതര ചെലവിലാണ് പെടുന്നത്. പലിശ, ഊർജ്ജോൽപാദനം, മഹാമാരി, ക്ഷേമ പെൻഷൻ, കടബാധ്യത, സബ്സിഡി, റോഡ് നിർമ്മാണം, വിദ്യാലയ നിർമ്മാണം, യുദ്ധം, പ്രതിരോധം, പൊതുഭരണം, വ്യവസായശാലകൾ എന്നിങ്ങനെയുള്ള കുറേ ചിലവുകളുണ്ട്. അപ്പോൾ ഇതിലേതൊക്കെയാണ് വികസന ചിലവ് വരുന്നത്? നമ്മൾ പറഞ്ഞില്ലേ, വിദ്യാലയ നിർമ്മാണം, റോഡ് നിർമ്മാണം ഒക്കെ എന്ന് പറഞ്ഞു വികസന ചിലവാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വ്യവസായശാലകൾ എന്ന് പറയുന്നത് വികസന ചിലവാണ് അല്ലേ. മഹാമാരിയൊക്കെ എന്താണ്? വികസനേതര ചിലവാണ്. പലിശ എന്ന് പറയുന്നത് എന്താണ്? വികസനേതര ചിലവുകളെയാണ്. ഇനി എന്താണ് പൊതുവരുമാനം എന്ന് പറയുന്നത്? പൊതുവരുമാനം എന്ന് പറയുന്നത് എന്താണ്? വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് സർക്കാരിന് ധാരാളം പണം ആവശ്യമായിട്ട് വരും അല്ലേ. വികസന പ്രവർത്തനങ്ങൾ കുറേ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ സർക്കാർ. അപ്പോൾ അതിന് വേണ്ടി സർക്കാർ ധാരാളം വരും? പണം ആവശ്യമായിട്ട് വരും. ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് വിവിധ സ്രോതസ്സുകളിൽ നിന്നും സർക്കാർ സമാഹരിക്കുന്ന ധനമത്തെയാണ് പൊതുവരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് വിവിധ സ്രോതസ്സുകളിൽ നിന്നും സർക്കാർ സമാഹരിക്കുന്ന ധനമത്തെയാണ് പൊതുവരുമാനം എന്ന് പറയുന്നത്. സർക്കാർ ബജറ്റിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ എന്താണ് പറഞ്ഞത്? പൊതുവരുമാനം എന്ന് വെച്ചാൽ സർക്കാർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരുമാനം വേണം. അതിന് വേണ്ടിയിട്ട് ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പൊതുവരുമാനത്തെ നമുക്ക് എന്തെന്നൊക്കെ വിളിക്കാം? നികുതി വരുമാനം എന്നും നികുതിയേതര വരുമാനം എന്നും വിളിക്കാം. നികുതി വരുമാനം എന്നും നികുതിയേതര വരുമാനം എന്നും വിളിക്കാം. നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനത്തെയാണ് എന്ന് പറയുന്നത് നികുതി വരുമാനം എന്ന് പറയുന്നത്. നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനത്തെയാണ് നികുതി വരുമാനം എന്ന് പറയുന്നത്. ഈ നികുതി എന്ന് പറയുന്നത് പ്രത്യക്ഷ നികുതിയുണ്ട്, പരോക്ഷ നികുതിയുണ്ട്. പ്രത്യക്ഷ നികുതിയുണ്ട്, പരോക്ഷ നികുതിയുണ്ട്. എന്താണ് പ്രത്യക്ഷ നികുതി? നികുതി ആരിലാണോ ചുമത്തിയിരിക്കുന്നത് ആ വ്യക്തി തന്നെ കൊടുക്കുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത് അല്ലേ. പ്രത്യക്ഷ
പ്രത്യക്ഷമായിട്ട് തന്നെ കൊടുക്കുക അല്ലേ. എനിക്കാണ് നികുതി ചുമത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പോയിട്ട് നികുതി ചെലവാക്കുന്നതിനെയാണെന്ന് പറയുന്നത് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. അതായത് നികുതിദായകൻ തന്നെ നികുതി ഭാരം വഹിക്കുന്നു എന്നർത്ഥം. ആദായ നികുതി, കെട്ടിട നികുതി എന്നിവ ഉദാഹരണങ്ങളാണ്. അപ്പോൾ എന്താണ് പ്രത്യക്ഷ നികുതിക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത്? ആദായ നികുതിയും കെട്ടിട നികുതിയും ഒക്കെ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. ഇനി എന്താണ് പരോക്ഷ നികുതി? നേരെ ഓപ്പോസിറ്റ് അല്ലേ. ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി ഭാഗികമായോ പൂർണ്ണമായോ മറ്റൊരാൾ നൽകേണ്ടി വരുന്നു അല്ലേ. വേറൊരാൾ കൊടുക്കുന്നതിനെയാണ് പരോക്ഷ നികുതി എന്ന് പറയുന്നത്. വിൽപ്പന നികുതി, വിനോദ നികുതി എന്നിവയൊക്കെ എന്താണ് ഉദാഹരണങ്ങളാണ്. വിൽപ്പന നികുതിയും വിനോദ നികുതിയും പരോക്ഷ നികുതിക്ക് ഉദാഹരണങ്ങളാണ്. മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് പ്രത്യക്ഷ നികുതി എന്നും പരോക്ഷ നികുതി എന്നും? പ്രത്യക്ഷ നികുതി എന്ന് വെച്ചാൽ നമ്മൾ തന്നെ കൊടുക്കുകയാണ് നികുതി. പരോക്ഷ നികുതി എന്ന് വെച്ചാൽ വേറൊരാൾ വഴി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പരോക്ഷ നികുതി. എന്താണ് നികുതിയേതര വരുമാനം? നികുതി അല്ലാത്ത വരുമാനം എന്ന് വെച്ചാൽ എന്താണ്? നികുതിയിലൂടെ അല്ലാതെ മറ്റു സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം അല്ലേ. ഫീസ്, പിഴ, ഗ്രാൻഡ്, ലാഭം, പലിശ എന്നിവയൊക്കെ എന്തിൽ വരും? നികുതിയേതര വരുമാനത്തിൽ വരും. ഓക്കെ. അപ്പോൾ എന്താണ് നികുതി എന്ന് പറയുന്നത്? നികുതി എന്ന് വെച്ചാൽ എന്താണ്? ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചിലവുകൾ വഹിക്കുവാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായി നൽകേണ്ട പണമാണ് നികുതി. നികുതി നൽകുന്ന വ്യക്തിയെയാണ് നികുതിദായകൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചിലവുകൾ വഹിക്കാനായിട്ട് ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായിട്ട് നൽകേണ്ട ചിലവിനെയാണ് എന്ന് പറയുന്നത് നികുതി എന്ന് പറയുന്നത്. നികുതി നൽകുന്ന വ്യക്തിയെയാണെന്ന് വിളിക്കുന്നത് നികുതിദായകൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഇനി GST അല്ലെങ്കിൽ ചരക്ക് സേവന നികുതി എന്ന് പറയുന്നത്? അപ്പോൾ GSTയുടെ ഫുൾ ഫോം എന്താണ്? ചരക്ക് സേവന നികുതി, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് അല്ലേ. രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പിലാക്കുന്നതിന് ഭരണഘടനയിലെ 101 ഭേദഗതി ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനയിലെ 101 ഭേദഗതി പ്രകാരം 2017 ജൂലൈ 1 മുതൽ നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് ചരക്ക് സേവന നികുതി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പരോക്ഷ നികുതിയാണ് GST എന്ന് പറയുന്നത്. GST നിലവിൽ വന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയാണ്? 101 ഭേദഗതി പ്രകാരം. എന്നാണ് വന്നത്? 2017 ജൂലൈ 1 നിലവിൽ വന്നത്. ഒരു സാമ്പത്തിക വർഷം വിറ്റുവരവ് സർക്കാർ നിശ്ചയിക്കുന്ന തുകയിൽ കൂടുതലാണെങ്കിൽ വ്യാപാരികൾ നിർബന്ധമായും GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. നിലവിൽ 0, 5 എന്തൊക്കെയാണ് വരുന്നത്? എങ്ങനെയൊക്കെയാണ് GST നിരക്ക് വരുന്നത് എന്നാണ് പറയുന്നത്. 0, 5, 12, 18, 28 എന്നിങ്ങനെയുള്ള നിരക്കുകളിലാണ് ഉപഭോക്താവ് GST നൽകേണ്ടത്. എങ്ങനെയൊക്കെയാണ്? 0, 5, 12, 18, 28. ഇത്തരത്തിൽ ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കുന്ന വിവിധ നിരക്കിലുള്ള നികുതികൾ വ്യാപാരികൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതാണ്. കാലാനുസൃതമായി GST നിരക്കിൽ മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ GSTയുടെ സ്ലാബ് റേറ്റ് ആണ് പറയുന്നത് 0, 5, 12, 18, 28 എന്ന് പറയുന്ന ഒരു പരോക്ഷ നികുതിയാണ്. 101 ഭേദഗതിയിലാണ് 2017 ജൂലൈ 1 നിലവിൽ വന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ബഡ്ജറ്റ് എന്താണെന്ന് നോക്കാം. ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന ചെലവും വരവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ധനരേഖയാണ് ബജറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലേ കുടുംബ ബജറ്റ് എന്ന് വെച്ചാൽ കുടുംബത്തിലെ വരവും ചിലവും നോക്കുന്നതാണ്. അപ്പോൾ സർക്കാർ ഇതുപോലെ ചെലവും വരവും നോക്കുന്നത് ഒരു വർഷത്തിലേട്ടാ. അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ബജറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് എന്നാണ് സാമ്പത്തിക വർഷം എന്ന് പറയുന്നത്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് ബജറ്റ് തയ്യാറാക്കുന്നത്. കാലയളവ് ഏതാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ആരാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്? ധനകാര്യമന്ത്രി. ധനകാര്യമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഏത് ആർട്ടിക്കിൾ അനുസരിച്ചാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 112 അനുസരിച്ചാണ് രാജ്യത്ത് വാർഷിക സാമ്പത്തിക ഓഡിറ്റ് കൂടിയാണ് കേന്ദ്ര ബജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ബജറ്റ് എന്ന് പറയുന്നത് സർക്കാർ ചെലവ് വരുമാനം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ധനരേഖയാണ്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ബജറ്റ് തയ്യാറാക്കുന്നത്. ധനകാര്യമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ആർട്ടിക്കിൾ 112 അനുസരിച്ചിട്ടാണ് എന്ത് പറയുന്നത്? ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇനി ഈ ബജറ്റ് എന്ന് പറയുന്നത് പലതരമുണ്ട്. എന്തൊക്കെ ബജറ്റാണുള്ളത് നമുക്ക് നോക്കാം. മിച്ച ബജറ്റ്, സന്തുലിത ബജറ്റ്, കമ്മി ബജറ്റ്. എന്താണ് മിച്ച ബജറ്റ്, സന്തുലിത ബജറ്റ്, കമ്മി ബജറ്റ്? മിച്ച ബജറ്റ് എന്ന് വെച്ചാൽ എന്താണ്? വരവ് കൂടുതലും ചെലവ് കുറവുമാണല്ലേ. മിച്ച ബജറ്റ് എന്ന് വെച്ചാൽ എന്താണ്? വരവ് കൂടുതലും ചെലവ് കുറവുമാണ്. അപ്പോൾ എന്താണ്? മിച്ചം പിടിക്കാൻ. നമുക്ക് മിച്ച ബജറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? മിച്ചം പിടിക്കാന്ന് അറിയിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ചിലവ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? മിച്ചം പിടിക്കുകയാണ്. അപ്പോൾ മിച്ച ബജറ്റ് എന്ന് വെച്ചാൽ വരവ് കൂടുതലും ചെലവ് കുറവിനെയാണ് മിച്ച ബജറ്റ് എന്ന് പറയുന്നത്. സന്തുലിത ബജറ്റ് എന്ന് വെച്ചാൽ ഈക്വൽ ടു ആണല്ലേ. നമുക്കറിയാലോ സന്തുലിതം എന്ന് വെച്ചാൽ എന്താണ്? ഈക്വൽ ആവണം. അതായത് വരവും ചിലവും തുല്യമാകുന്നു. കമ്മി ബജറ്റ് എന്ന് വെച്ചാൽ എന്താണ്? മിച്ച ബജറ്റിന് നേരെ ഓപ്പോസിറ്റ് അല്ലേ. കമ്മി ബജറ്റ് എന്ന് വെച്ചാൽ വരവ് കുറവും ചെലവ് കൂടുതലുമായിരിക്കും. അപ്പോൾ മിച്ച ബജറ്റ് എന്ന് വെച്ചാൽ വരവ് കൂടുതലും ചെലവ് കുറവും. സന്തുലിത ബജറ്റ് രണ്ടും ഈക്വൽ ആയിരിക്കും. കമ്മി ബജറ്റ് വരവ് കുറവും ചെലവ് കൂടുതലായിരിക്കും. ഇനി ബജറ്റിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്?
ബജറ്റിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്? ബോഗറ്റ് എന്നാണ്. ബോഗറ്റ് എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബജറ്റ് എന്ന വാക്കിൻ്റെ ഉത്ഭവം. ബോഗറ്റ് ചെറിയ ബാഗ് അല്ലെങ്കിൽ സഞ്ചി എന്നാണ് ഇതിൻ്റെ അർത്ഥം. സർക്കാരിൻ്റെ ധനകാര്യ രേഖകൾ അടങ്ങുന്ന ഒരു സഞ്ചി എന്ന അർത്ഥത്തിലാണ് ബജറ്റ് എന്ന പദരൂപം കൊണ്ടത്. 11ാം നൂറ്റാണ്ടിലാണ് ബജറ്റിൻ്റെ ആദ്യ അവതരണം നടന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ധനകാര്യമന്ത്രിയായിരുന്ന ആർ കെ ഷൺമുഖം ചെട്ടിയാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ തൊട്ട് ഇമ്പോർട്ടൻറ്റ്? ആർ കെ ഷൺമുഖം ചെട്ടി. ആർ കെ ഷൺമുഖം ചെട്ടി ആരാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചു അല്ലേ? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? ആർ കെ ഷൺമുഖം ചെട്ടിയാണ്. ഒക്കെയാണല്ലോ. ഇനി എന്താണ് പൊതുകടം എന്ന് പറയുന്നത്? പൊതുച്ചെലവ് പറഞ്ഞു, പൊതുവരുമാനം പറഞ്ഞു. ഇനി എന്താണ് പൊതുകടം എന്ന് പറയുന്നത്? വികസനക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനും ഭരണപരമായ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുവാനും വരുമാനം തികയാതെ വരുമ്പോൾ ഗവൺമെൻറ്റിന് കടമെടുക്കേണ്ടി വരും. ഇത്തരത്തിൽ സർക്കാർ വാങ്ങുന്ന വായ്പയാണ് പൊതുകടം എന്ന് പറയുന്നത്. കടം എന്ന് വെച്ചാൽ എന്താണ്? പൊതു എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു അല്ലേ, സർക്കാരിനെ കുറിച്ചിട്ടാണ് ഈ പൊതു എന്ന് പറയുന്നത്. കടം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കടം വാങ്ങിക്കുകയാണ്. അപ്പോൾ ആരാണ് കടം വാങ്ങിക്കുന്നത്? വികസനക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനും ഭരണപരമായ വിവിധ ആവശ്യങ്ങൾക്കും വരുമാനം തികയാതെ വരുമ്പോൾ ഗവൺമെൻറ്റിന് കടമെടുക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള സർക്കാർ നൽകുന്ന വായ്പകളെയാണ് പൊതുകടം എന്ന് പറയുന്നത്. രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും വായ്പകൾ വാങ്ങാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആഭ്യന്തര കടം, വിദേശ കടം എന്നിങ്ങനെയൊക്കെയാണ് അതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ രാജ്യത്തിനകത്തുനിന്നും പുറത്തു നിന്നും കടം വാങ്ങാറുണ്ട്. അപ്പോൾ എന്താണ് ആഭ്യന്തര കടം എന്ന് പറയുന്നത്? പേരിലുണ്ട് അല്ലേ? രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന വായ്പകളെയാണ് ആഭ്യന്തര കടം എന്ന് പറയുന്നത്. രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്ന് വാങ്ങിക്കുന്ന കടത്തെയാണെന്ന് പറയുന്നത് ആഭ്യന്തര കടം എന്ന് പറയുന്നത്. എന്താണ് വിദേശ കടം എന്ന് പറയുന്നത്? വിദേശ ഗവൺമെൻറ്റുകളിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പകളെയാണ് വിദേശ കടം എന്ന് പറയുന്നത്. വിദേശ ഗവൺമെൻറ്റുകളിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പയാണെന്ന് പറയുന്നത് വിദേശ കടം എന്ന് പറയുന്നത്. ഇത്തരം വായ്പകളുടെ ഉൽപ്പാദനക്ഷമമായ ഉപയോഗം വികസനക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനും അതുവഴി വരുമാന വർധനവിനും പൊതുകടം കുറയ്ക്കുന്നതിനും സഹായകമാകുന്നു. ഇനി എന്താണ് ധനനയം എന്ന് പറയുന്നത്? ഇനി ധനനയം എന്ന് വെച്ചാൽ എന്താണ്? പൊതുവരുമാനം, പൊതുച്ചെലവ്, പൊതുകടക്കഥ പറഞ്ഞല്ലേ, ഇതൊക്കെ പറഞ്ഞല്ലേ. പൊതുവരുമാനം, പൊതുച്ചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച് സമഗ്രമായി നടപ്പിലാക്കുന്ന സമഗ്രമായ സർക്കാർ നയത്തെയാണെന്ന് പറയുന്നത് ധനനയം എന്ന് പറയുന്നത്. ധനകാര്യ വകുപ്പ് തയ്യാറാക്കുന്ന ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിലൂടെയാണ്. നിലവിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും ഗവൺമെൻറ്റിന് മാർഗ്ഗനിർദ്ദേശം നൽകുന്ന ഒരു നയം കൂടിയാണിത്. അപ്പോൾ എന്താണ് ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്? അപ്പോൾ എന്താണ് ധനനയം എന്ന് വെച്ചാൽ 3 കൂടി ഒരുമിക്കുക അല്ലേ? പൊതുവരുമാനം, പൊതുച്ചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ചുള്ള സർക്കാർ നയത്തെയാണെന്ന് പറയുന്നത് ധനനയം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അധിക ചെലവുകൾ നിയന്ത്രിക്കുക, വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക. എന്തൊക്കെയാണ്? സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അധിക ചെലവുകൾ നിയന്ത്രിക്കുക, വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക. സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സംസ്ഥാനം, രാജ്യം എന്നിവ ബജറ്റ് തയ്യാറാക്കി പ്രവർത്തിക്കുന്ന വഴി വികസനക്ഷേമ കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനും സുസ്ഥിര വികസനം കൈവരിക്കുന്നതിനും സഹായകമാകുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പറയുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സായിട്ട് നമുക്ക് വീണ്ടും കാണാം.